എല്ലാവർക്കും ഷഹബാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിപ്പും വഴുതനയും വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മളൊരു 10 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂണിൽ അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വേണമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് പുളി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പിഴിഞ്ഞെടുക്കണം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളിത് ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കത്തിരിക്ക വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വഴുതനയൊക്കെ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുളി വെള്ളവും. ഈ വെള്ളം കൂടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. വഴുതനയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. വഴുതനയ്ക്ക് ഒന്നുകൂടി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. 150 ഗ്രാം വഴുതനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതനയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപ്പും വഴുതനയും എല്ലാം കണ്ടില്ലേ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അല്പം ഉപ്പ് കൂടി വേണം. ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോടുകൂടി ഒരു കറിയാണ് കേട്ടോ ഇത്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ ദോശ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം. നമ്മുടെ പാനിന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ആ ഓയിലൊന്ന് റോസ്റ്റായി വരണം. അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെയുള്ള ആ മണം ഉണ്ടല്ലോ, ഭയങ്കരമാണ് കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ. കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.